സോ ഒരു ചോദ്യം വന്നിട്ടുള്ളത് ഇതാണ്. ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിച്ച ഒരാൾക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ PGDCA പഠിക്കുമ്പോൾ ഏതെങ്കിലും സബ്ജക്റ്റിൻ്റെ ഇളവുണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും വളരെ നല്ല ചോദ്യമാണ്. വളരെ ബേസിക്കായ ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ ആൻസർ കണ്ടെത്താൻ ശ്രമിക്കാം. സോ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ DCA എന്നുള്ള ഡിപ്ലോമ കോഴ്സ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ മേഖലയിലേക്കുള്ള ബേസിക് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. സോ ഈ കോഴ്സ് പഠിക്കുന്നതിൻ്റെ മിനിമം ക്വാളിഫിക്കേഷൻ എന്നുള്ളത് 10th ആണ്. 10ാം ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾക്ക് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിക്കാൻ പറ്റും. ഈവൻ +2 കഴിഞ്ഞും പഠിക്കാൻ പറ്റും, ഡിഗ്രി കഴിഞ്ഞും പഠിക്കാൻ പറ്റും. പക്ഷേ ഏറ്റവും മിനിമം ക്വാളിഫിക്കേഷൻ വെച്ച് DCA പഠിക്കാനുള്ള യോഗ്യത നേടുകയാണെങ്കിൽ അത് 10th ആണ്. അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ADCA കൂടിയുണ്ട്. പക്ഷേ അത് പൊതുവെ 12th ശേഷം +2 ശേഷമാണ് പഠിക്കുന്നത്. പിന്നീട് നെക്സ്റ്റ് ലെവൽ ഡിപ്ലോമ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് വരുന്നത് അത് ഗ്രാജുവേഷൻ ഡിഗ്രിക്ക് ശേഷമാണ്. അതാണ് PGDCA. സോ ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ, അതായത് DCA ചിലപ്പോൾ പഠിച്ചത് 10th കഴിഞ്ഞോ അല്ലെങ്കിൽ +2 കഴിഞ്ഞോ ആകാം. പിന്നീട് ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ മാത്രമേ PGDCAക്ക് അഡ്മിഷൻ നേടാൻ പറ്റൂ. സോ പഠിക്കുമ്പോൾ DCA പഠിച്ചത് കൊണ്ട് PGDCA പഠിക്കുമ്പോൾ സബ്ജക്റ്റുകളുടെ ഇളവ് എങ്ങനെയായിരിക്കും എന്ന് അറിയുന്നത് നല്ലതാണ്. ആദ്യം മനസ്സിലാക്കേണ്ടത് ബേസിക്കായ ഒരു കാര്യമാണ്. ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ DCA പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ജോബിലേക്കാണ് എത്താൻ പോകുന്നത്, അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള സിലബസാണ് DCAയിലുള്ളത്. മനസ്സിലാക്കേണ്ടത് വളരെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ DCAയിൽ വരുന്നത്. അതായത് ഒരു 10th കഴിഞ്ഞ ഒരു സ്റ്റുഡൻറ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിക്കുന്നതിൽ കൂടി കമ്പ്യൂട്ടർ മേഖലയിൽ, ടെക്നോളജി മേഖലയിൽ എന്തൊക്കെ അറിഞ്ഞിരിക്കണം, അതായത് ബേസിക്കായിട്ട് ഒരു ജോബിലേക്ക് കടക്കുമ്പോൾ ആ കമ്പനിയിൽ ഒരു എംപ്ലോയിക്ക് കൊടുക്കുന്ന ഒരു ട്രെയിനിങ് ഉണ്ടാകുമല്ലോ. എങ്ങനെയാണ് കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഡിഫറെൻറ്റ് ടൂൾസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, MS ഓഫീസ് ടൂൾസ് ഉണ്ട്, ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതോടൊപ്പം കമ്പ്യൂട്ടർ ഉപയോഗിച്ച് അക്കൗണ്ടിങ് അല്ല, മറിച്ച് ബേസിക് ആയിട്ടുള്ള ഒരു വെബ് ടെക്നോളജി, ചിത്രങ്ങൾ വരയ്ക്കുക, ചില എഫക്ട്സ് നൽകുക, ഫോട്ടോഷോപ്പ്, അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ചേർത്തിട്ടാണ് DCAയുടെ സിലബസ് ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ. സോ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് DCAയുടെ സിലബസാണ്. സോ DCAയുടെ സിലബസ് മനസ്സിലാക്കേണ്ടത് നല്ലതാണ്. കാരണം അതിൽ കൂടി മാത്രമേ നമ്മുടെ ചോദ്യത്തിന് ഉത്തരം നേടാൻ പറ്റൂ. സോ സെമസ്റ്റർ വൈസ് DCA സിലബസ് നോക്കുകയാണെങ്കിൽ സെമസ്റ്റർ 1 ഫൗണ്ടേഷണൽ കൺസെപ്റ്റ്സ് ആണ്. ഇതിൽ ഫണ്ടമെൻ്റൽസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്, PC പാക്കേജസ്, അത് മെയിനായിട്ട് മൈക്രോസോഫ്റ്റ് ഓഫീസ് സ്യൂട്ട്സാണ് പഠിക്കുന്നത്. അതിൽ MS വേർഡും MS എക്സലും MS പവർ പോയിൻറ്റും ഒക്കെ വരും. പിന്നീട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പഠിക്കുന്നുണ്ട്. പിന്നീട് എലക്റ്റീവാണ്. സോ ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് പൊതുവെ എലക്റ്റീവ് സബ്ജക്റ്റ് ഏതാകണം എന്ന് തീരുമാനിക്കുന്നത്. സോ ഡാറ്റ മാനേജ്മെൻറ്റ്, MS ആക്സസ്, ഡാറ്റ ബേസിക്സ് ഒക്കെ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. നെക്സ്റ്റ് സെമസ്റ്റർ വരുന്നത് അഡ്വാൻസ് ആപ്ലിക്കേഷനാണ്. ഇവിടെ ഇൻ്റർനെറ്റ്, വെബ് ടെക്നോളജീസ്, പ്രോഗ്രാമിംഗ് ഫണ്ടമെൻ്റൽസ്, ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം DBMS, IT-യിൽ ട്രെൻഡ്സും ടെക്നോളജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. പിന്നീട് അഗെയിൻ എലക്റ്റീവ് സബ്ജക്റ്റുകൾ. ഇതിൽ ഡെസ്ക്ടോപ്പ്, പബ്ലിഷിംഗ്, ഫോട്ടോഷോപ്പ്, കോറൽ ഡ്രോയിങ്ങുമായി ബന്ധപ്പെട്ട സോഫ്റ്റ്വെയറാണ്. ഗ്രാഫിക് ഡിസൈനിങ്, മൾട്ടിമീഡിയ ടൂൾസൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. പിന്നീട് ഒരു മാൻഡേറ്ററി, അതായത് നിർബന്ധമായും ചെയ്യേണ്ട പ്രൊജക്റ്റ് വർക്കാണ്. സോ ഇവിടെ മെയിനായിട്ടും ഡാറ്റാബേസ് സിസ്റ്റം, വെബ്സൈറ്റ് പോലുള്ള കാര്യങ്ങൾ ബിൽഡ് ചെയ്യുന്നതുമായിട്ടുള്ള ബേസിക് കാര്യങ്ങൾ നിങ്ങളുടെ അറിവിൽ നിന്ന് എങ്ങനെ വരുന്നു എന്ന് മനസ്സിലാക്കാനുള്ള പ്രൊജക്റ്റാണ്. സ്വന്തമായി ചെയ്യേണ്ടതാണ്. ഇൻസ്റ്റിറ്റ്യൂഷനിലെ ടീച്ചേഴ്സിൻ്റെ സൂപ്പർവിഷനും ഉണ്ടാകും. സോ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും DCAയുടെ ഒബ്ജക്റ്റീവ് എന്നുള്ളത് പഠിച്ചതിന് ശേഷം എക്സ്പെക്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് സ്വന്തമായി കമ്പ്യൂട്ടർ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാം, അതിൽ ഡിഫറെൻറ്റ് ടൂൾസ് എങ്ങനെ ഓപ്പൺ ചെയ്ത് സ്റ്റാർട്ട് വർക്ക് ചെയ്യാം എന്നുള്ളതാണ്. നേരെ മറിച്ച് നമുക്ക് അടുത്ത ഭാഗമായ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ PGDCAയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെയും ശ്രദ്ധിക്കേണ്ടത് 2 സെമസ്റ്ററുകളിലാണ്. DCA 6 മുതൽ 1 വർഷം വരെ നീണ്ടു നിൽക്കുന്ന കോഴ്സാണ്. PGDCAയുടെ കാര്യം അങ്ങനെയല്ല. ഇത് 1 വർഷം വരെ നീണ്ടു നിൽക്കുന്ന കോഴ്സാണ്. ഇവിടെയും 2 സെമസ്റ്ററിൽ ആദ്യത്തെ സെമസ്റ്ററിൽ കോർ ഫൗണ്ടേഷനാണ്, ഫണ്ടമെൻ്റൽസ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി പഠിക്കുന്നുണ്ട്.
പ്രോഗ്രാമിംഗ് ഫണ്ടമെൻ്റൽസ് പഠിക്കുന്നുണ്ട്. സി പ്രോഗ്രാമിംഗ് പോലുള്ള സബ്ജക്റ്റുകൾ, ആൽഗോരിതം എഴുതുക, ഫ്ലോ ചാർട്ട് വരയ്ക്കുക, പ്രോബ്ലം സോൾവിങ് എങ്ങനെ ചെയ്യണമെന്നൊക്കെയുള്ള കാര്യങ്ങൾ. സി പ്രോഗ്രാമിങ്ങിൽ തന്നെ ഡാറ്റ ടൈപ്സ്, ഓപ്പറേറ്റേഴ്സ്, കൺട്രോൾ സ്ട്രക്ചേഴ്സ്, ഫങ്ഷൻസ്, അറേസ്, പോയിൻറ്റേഴ്സ് കോറായിട്ടുള്ള കാര്യങ്ങളാണ്. പി സി സോഫ്റ്റ്വെയറും അതോടൊപ്പം ഓഫീസ് ഓട്ടോമേഷനും പഠിക്കുമ്പോൾ അതിൽ എം എസ് ഓഫീസ് സ്യൂട്ട്സ് വരുന്നുണ്ട്. എം എസ് വേർഡ്, എം എസ് എക്സൽ, എം എസ് പവർ പോയിൻറ്റ് പോലുള്ള ടൂൾസിൻ്റെ ചില ഓപ്ഷൻസ് ഇവിടെ പഠിച്ചെടുക്കും. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ സിസ്റ്റം കൺസെപ്റ്റ് എന്നുള്ളത്, വിൻഡോസ്, ലിനക്സ് പോലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ ചില കമാൻഡ്സ് ഒക്കെ ഇവിടെ പഠിച്ചെടുക്കുന്നുണ്ട്. പിന്നീട് ബിസിനസ് ഡാറ്റ പ്രോസസ്സിങ്ങും പഠിക്കുന്നുണ്ട്. രണ്ടാമത്തെ സെമസ്റ്ററിൽ അഡ്വാൻസ്ഡ് ആപ്ലിക്കേഷനാണ്. ഇതിൽ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആണ്, C++, അതോടൊപ്പം ജാവ, ക്ലാസസ് എന്താണ്, ഒബ്ജക്ട്സ് എന്താണ്, ഇൻഹെറിറ്റൻസ് എന്താണ്, പോളിമോർഫിസം എന്താണ്, എൻക്യാപ്സുലേഷൻ എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പഠിക്കും. അല്പം ടെക്നിക്കലാണ്. അതോടൊപ്പം പ്രാക്ടിക്കൽ കോഡിംഗ് പ്രൊജക്ട്സും ചെയ്യുന്നുണ്ട്. പിന്നീട് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം DBMS പഠിക്കും, SQL പഠിക്കും, ഒറാക്കിൾ, MySQL, MS SQL സെർവർ ഒക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ട്. വെബ് ടെക്നോളജീസിൽ HTML, CSS, ജാവാസ്ക്രിപ്റ്റ് പഠിക്കുന്നുണ്ട്. ബേസിക്സ് ഓഫ് PHP ഓർ ASP പഠിക്കുന്നുണ്ട്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആണ് പിന്നെയുള്ളൊരു സബ്ജക്റ്റ് എന്നുള്ളത്. സിസ്റ്റം അനാലിസിസ്, ഡിസൈൻ, ടെസ്റ്റിംഗ്, മെയിൻ്റനൻസ് ഒക്കെ ഇവിടെ പഠിക്കുന്നു. പ്രൊജക്ട് മാനേജ്മെൻറ്റ് ടൂൾസും ടെക്നിക്സും പഠിച്ചെടുക്കുന്നുണ്ട്. എലക്റ്റീവ് സബ്ജക്ട്സ് ഇവിടെ വരുന്നുണ്ട്. ഓപ്ഷൻസ് വരുന്നത് ഡാറ്റ സ്ട്രക്ചേഴ്സ്, ആൽഗോരിതംസ്, നെറ്റ്വർക്കിംഗ്, LAN, WAN പ്രോട്ടോക്കോൾസ്, സെക്യൂരിറ്റി പോലുള്ള സബ്ജക്റ്റുകൾ, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ബിഗ് ഡാറ്റ ബേസിക്സ്, വിഷ്വൽ പ്രോഗ്രാമിംഗ്. പിന്നീട് മാൻഡേറ്ററി പ്രൊജക്റ്റ് വർക്കാണ്. ഇത് DCA പോലുള്ള ഒരു ചെറിയ പ്രൊജക്റ്റല്ല, കുറച്ചും കൂടി ബൃഹത്തായ ഇൻഡെപ്തിൽ നിങ്ങളുടെ ടെക്നിക്കൽ നോളജ് ഉപയോഗിക്കുന്ന കോഴ്സാണ്. ഇതാണ് PGDCA കാര്യം. സോ ഇത് രണ്ടും ഡിഫറെൻറ്റ് കോഴ്സുകളാണ്, ഡിഫറെൻറ്റ് ഓഡിയൻസിനുള്ള കോഴ്സുകളാണ്. 10th 12th കഴിഞ്ഞാൽ DCA, ADCA പഠിക്കാം. ഡിഗ്രി, ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്കാണ് പോസ്റ്റ് ഗ്രാജുവേറ്റ്, അതായത് ഗ്രാജുവേഷന് ശേഷമുള്ള ഡിപ്ലോമ പഠിക്കുന്നത്. സോ PGDCA പഠിക്കാൻ മിനിമം അത്രയെങ്കിലും നിങ്ങൾക്ക് ഒരു ഡിഗ്രി പഠിച്ച ഒരാളുടെ വിവരവും ആ ഒരു പക്വതയും വേണം എന്നുള്ളത് കൊണ്ടാണ് സിലബസ് അങ്ങനെ ക്രമീകരിച്ചിട്ടുള്ളത്. ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത്, DCA പഠിച്ചത് കൊണ്ട് PGDCA പഠിക്കുന്നത് എളുപ്പമായിരിക്കും. പക്ഷേ സബ്ജക്റ്റുകളിൽ നിങ്ങൾക്ക് കൺസെഷൻ ലഭിക്കാനുള്ള സാഹചര്യം കുറവാണ്. ഇഫ് യു ആർ സ്റ്റഡിങ് ഫ്രം 2 ഡിഫറെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സെയിം ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് നിങ്ങൾ DCA ചെയ്തത്, PGDCA ആഫ്റ്റർ ഗ്രാജുവേഷൻ അവിടെ പോകുന്നു, എന്നിട്ട് അവരോട് നിങ്ങൾ പറയുകയാണ് DCA പഠിച്ചത് നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ്, ഈ സബ്ജക്റ്റുകൾ ബേസിക്സ് ഒക്കെ ഓൾറെഡി പഠിച്ച ഒരാളാണ്, എസ്പെഷ്യലി ഗ്രാജുവേഷൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ മേഖലയിൽ അല്ലാത്ത ചെയ്ത ഒരാളാണെങ്കിൽ അവർ അത് കൺസിഡർ ചെയ്ത് നിങ്ങൾക്ക് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ കപ്പാസിറ്റിയിൽ കൺസെഷൻ തരും. പക്ഷേ അങ്ങനെ കൺസെഷൻ തരാൻ ഒരു നിയമമൊന്നുമില്ല, റൂളൊന്നുമില്ല. പക്ഷേ അവർ അവരുടെ രീതിയിൽ ചിലപ്പോൾ ചില സബ്ജക്റ്റുകൾ ഒഴിവാക്കും. അത് ഫീസിൽ കുറവ് വരുത്തുമോ എന്നുള്ളത് നിങ്ങളും ഇൻസ്റ്റിറ്റ്യൂഷനും തമ്മിൽ ഡിസ്കസ് ചെയ്ത് തീരുമാനിച്ചെടുക്കേണ്ട കാര്യമാണ്. സോ അതിനൊരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂളില്ല, അത് നിങ്ങൾ അണ്ടർസ്റ്റാൻഡിങ്ങിൽ വരുന്ന കാര്യമാണ്. സോ ഇതാണ് DCA പഠിച്ച ഒരാൾക്ക് PGDCA പഠിക്കുമ്പോൾ കൺസെഷൻ ഉണ്ടാകുമോ എന്ന കാര്യവുമായി ബന്ധപ്പെട്ട് അറിയിക്കാനുള്ളത്. കൂടുതൽ കാര്യങ്ങൾ, ചോദ്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.